അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വളരെ വിശാലമായ ഒരു സമ്മർ സ്കൂളിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വെസ്റ്റ് ഏഷ്യ എന്ന് പറയപ്പെടുന്ന പ്രദേശം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സാമൂഹിക, രാഷ്ട്രീയ, നാഗരിക, സാംസ്കാരിക പശ്ചാത്തലങ്ങൾ നിറഞ്ഞ ഒരു പ്രവിശാലമായ ഭൂപ്രദേശമാണ്. ഈ പ്രദേശത്തിൻ്റെ ചരിത്രം അത് ഒരു പക്ഷേ തിയോളജി നമ്മൾ ഉൾപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ അത് മനുഷ്യൻ്റെ ഉൽപ്പത്തി തന്നെ വെച്ച് തുടങ്ങുന്നു എന്നാണ് ചില ചരിത്രകാരന്മാർ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് സൗദി അറേബ്യയിലെ ജിദ്ദ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തിന് ജിദ്ദ എന്ന് പേര് വരാൻ കാരണം ഹവ്വ ബീബി അവിടെ ഇറങ്ങിയത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം, വളരെ കൗതുകകരമായ നിരീക്ഷണം നമുക്ക് കാണാം. അത് പോപ്പുലർ ചരിത്ര വിശദീകരണങ്ങളിൽ, ആഖ്യാനങ്ങളിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിശദീകരണമാണ്. അത് കൂടെ തന്നെ നിരവധി ചരിത്ര നിമിഷങ്ങൾ, പ്രത്യേകിച്ച് ലോകത്ത് അറിയപ്പെട്ട ഒട്ടുമിക്ക നാഗരികതകളുടെ ചരിത്രവും നിറഞ്ഞു നിൽക്കുന്നത് ഈ പശ്ചിമേഷ്യൻ ഉത്തരാഫ്രിക്കൻ പ്രദേശങ്ങളിലാണ്. അതായത് സുമീറിയൻ, അസീറിയൻ, ബാബിലോണിയൻ, മെസ്സപ്പെട്ടോമിയൻ എന്നു തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെയും ക്രിസ്ത്യൻ സാംസ്കാരിക ചരിത്രത്തിൻ്റെയും ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുഴുവൻ ചരിത്രവും പിന്നീട് 6-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മുഹമ്മദ് നബിയുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ഒരു ഉൽപ്പത്തി പ്രധാന കേന്ദ്രമായി തന്നെയും ഈ പ്രദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കാണാം, അറിയപ്പെടുന്നത് കാണാം. അതായത് ചരിത്രത്തിൽ തന്നെ ലോകം അറിയപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, അതായത് വേദഗ്രന്ഥങ്ങൾ നമ്മളുടെ വെസ്റ്റ് ഏഷ്യൻ ചരിത്രത്തിൽ അവിഭാജികമായ ഒരു ഘടകമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രദേശങ്ങളുടെ എല്ലാം ആദ്യകാല ചരിത്രങ്ങൾ തിരയണമെങ്കിൽ അത് തൗറാത്തിൻ്റെയോ ബൈബിളിൻ്റെയോ ഖുർആനിൻ്റെയോ സഹായം ആവശ്യമായി വരുന്നു എന്നതുകൊണ്ടാണ്. ഇതൊക്കെ ഒരു മതവേദ ഗ്രന്ഥം എന്നതിനേക്കാളും അപ്പുറം ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ, സാംസ്കാരിക, നാഗരികത ചരിത്രങ്ങളുടെയും ഒരു പ്രധാന റിസോഴ്സായി ഈ വേദഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നു എന്നതും കൊണ്ടും കൂടിയിട്ടാണ്. സാധാരണ മതവേദഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതെല്ലാം ഒരു റിജിഡായ ട്രഡീഷൻ്റെയോ അല്ലെങ്കിൽ കൺസർവേറ്റീവായ ചർച്ചകളുടെയോ ഒരു പ്രധാന റിസോഴ്സായി മാത്രം പരിഗണിക്കുന്ന ഉപരിപ്ലവമായ ഒരു വായനയുണ്ട്. എന്നാൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനേക്കാളും അപ്പുറം ഈ പ്രദേശത്തിൻ്റെ ഉൽപ്പത്തിയും വികാസവും ഇവല്യൂഷനും വിവിധ കാലഘട്ടങ്ങളിലൂടെ കാലവിഗതികൾ കടന്നു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ സോഴ്സായിട്ട് പോലും നമ്മൾ ഈ പ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ വേദഗ്രന്ഥങ്ങളുടെ സഹായം അത്യാവശ്യമായി മാറുന്നു. അതിൻ്റെ കൂടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുക. ഓരോ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തിൻ്റെയും ചരിത്രം നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം അവിടുത്തെ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും അവിടുത്തെ മുൻകാല സമൂഹങ്ങളെക്കുറിച്ചും അവർ അതത് കാലഘട്ടത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് പരാമർശിക്കേണ്ടി വരുന്നു. ഉദാഹരണം, ഹമ്മുറാബിയുടെ ചരിത്രം നോക്കുക. മനുഷ്യാവകാശത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഹമ്മുറാബിയെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ചരിത്രത്തെ തന്നെ പരാമർശിക്കുന്ന നേരത്തും മൈഗ്രേഷൻ്റെ, പലായനത്തിൻ്റെ, പ്രവാസത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നിടത്ത് പോലും അവിടെ നമുക്ക് വ്യക്തമായും കഴിയുന്നത് ആര്യൻ സാംസ്കാരിക ഒരു മാറ്റത്തെ കുറിച്ചിട്ടാണ്. അവരുടെ ഇന്ത്യൻ ഭാഗത്തേക്കുള്ള
ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്കുള്ള അവരുടെ വരവിനെ കുറിച്ചിട്ടാണ്. അതും മെസൊപ്പൊട്ടോമിയൻ ഭാഗത്തു നിന്നാണ്. ടി മുഹമ്മദ് എഴുതിയ ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ എന്നുള്ള രചന പ്രത്യേകമായി ഈ വിഷയത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു ബുക്കാണ്. ആ കിതാബിൽ തന്നെ അദ്ദേഹം പ്രധാനമായും പറയുന്നൊരു കാര്യമുണ്ട്. മെസൊപ്പൊട്ടോമിയൻ ഭാഗത്ത് നിന്ന് ഇവിടേക്ക് വിവിധ സമൂഹങ്ങളുടെ വിവിധ കാലഘട്ടങ്ങളിലുള്ള യാത്ര ഇവിടെ ഹൈന്ദവ ആശയങ്ങളുടെ പല മൂർത്തികളുടെയും ഇന്ത്യയിലേക്കുള്ള വരവിന് കാരണമായി എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെ വിവിധ ഹിന്ദു മതത്തിലെ നിലനിൽക്കുന്ന ആശയങ്ങളുടെ ഒരു സ്വാധീനത്തിന് പോലും വെസ്റ്റ് ഏഷ്യൻ ഭാഗത്തെ മെസൊപ്പൊട്ടോമിയനും അതിന് ചുറ്റുപാട് ഭാഗത്തെ ഉള്ള സംസ്കാരങ്ങളുടെ സാന്നിധ്യം കാരണമായി വരുന്നു എന്നതും കൊണ്ടാണ്. അത് പ്രീ ഇസ്ലാമിക് പീരീഡ്, അതായത് മുഹമ്മദ് നബിക്ക് മുമ്പുള്ള കാലഘട്ടം തന്നെ എടുത്തു നോക്കിയാൽ തന്നെയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഇവിടുത്തെ വിവിധ ആദാന കൈമാറ്റങ്ങളെയും കൊള്ളക്കൊടുക്കകളുടെയും പ്രധാന ഒരു ജനസമൂഹമായി അറബുകളെ ചിത്രീകരിക്കുന്നതും കാണാം. ഇങ്ങനെ നീണ്ട ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തോട് തന്നെ ചേർത്ത് വെക്കുന്നതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ പ്രദേശങ്ങളിലൂടെ വളരെ വിശാലമായ ഒരു പ്രദേശമാണ്. നമ്മൾ ഈ പ്രദേശത്തിൻ്റെ ഡെമോഗ്രഫി നോക്കുക, പോപ്പുലേഷൻ്റെയും അവരുടെ വൈവിധ്യവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തിൽ. അതായത് വിവിധ എത്നിസിറ്റികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അത്. അവിടെ അറബികളുണ്ട്, യസീദികളുണ്ട്, നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെ വിവിധ വിഭാഗങ്ങളുണ്ട്, കുർദുകളുണ്ട്, തുർക്കികളുണ്ട്, ഇറാനികളുണ്ട്, അതായത് പേർഷ്യക്കാരുടെ വിവിധ നിറങ്ങളുള്ള വിവിധ വർണ്ണങ്ങളുള്ള എത്നിസിറ്റികൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാം. അങ്ങനെ എത്നിസിറ്റിയുടെ ഒരു ചരിത്രം വെസ്റ്റ് ഏഷ്യൻ ചരിത്രത്തിൻ്റെ പ്രധാന വിഷയമാണ്. കാരണം ഇന്ന് കുർദ്, പേർഷ്യൻ, അറബ് എന്നൊക്കെ പറയുന്ന ആ പ്രധാന ടൈറ്റിലുകൾ പോലും അവിടുത്തെ സെക്ടേറിയൻ, റീജിയണൽ, ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റിന് പ്രധാന കാരണമായി മാറുന്നു എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ നിലവിൽ ഇന്ന് വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എത്നിസിറ്റി എന്നറിയപ്പെടുന്ന വിഭാഗമാണ്, റേസാണ് കുർദ് വിഭാഗം. അത് ഇറാൻ, ഇറാഖ്, തുർക്കി, അതുപോലെ തന്നെ സിറിയൻ ഭാഗങ്ങളിൽ പടർന്നു കിടക്കുന്ന ഇവർ ഏകദേശം 1900-ങ്ങൾക്ക് ശേഷം ഒരു വലിയ രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, ഈ അവിടുത്തെ ഭൂപ്രദേശം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ചയാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു പദപ്രയോഗം, ഭൗമരാഷ്ട്രീയം എന്നത്. അതായത് ഭൂമിയിൽ വെസ്റ്റ് ഏഷ്യയിൽ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് പടർന്നു കിടക്കുന്ന ജനവിഭാഗങ്ങൾ അവരുടെ ഭൂമിശാസ്ത്രത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും നമുക്ക് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ കാണുവാൻ കഴിയും. എത്രത്തോളം വന്നാൽ അവിടുത്തെ ഗൾഫിനെ തന്നെ അത് ഒരു പേർഷ്യൻ വിഭാഗക്കാർ പേർഷ്യൻ ഗൾഫ് എന്നും അറബ് ജനത അറേബ്യൻ ഗൾഫ് എന്ന് പോലും വിളിക്കുന്ന തരത്തിലേക്ക് അത്രത്തോളം ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റുകൾ ജിയോ പൊളിറ്റിക്സിന്റെ ഭൗമരാഷ്ട്രീയത്തിന്റെ പേരിൽ ശക്തമാവുന്നത് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഇറാഖ് കുവൈത്ത് വാർ ഉണ്ടാവുന്നതിൻ്റെ, അതായത് ഇറാഖ് സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ കുവൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം കുവൈത്ത് ഇറാഖിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന സദ്ദാം ഹുസൈൻ്റെ ഒരു വാദമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഫലസ്തീനിലെ തന്നെ നമ്മൾ ഈ വിഷയത്തിൻ്റെ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ സമ്മർ സ്കൂളിൻ്റെ പ്രധാന ഊന്നൽ ഫലസ്തീൻ വിഷയമാണല്ലോ. ഈ ഫലസ്തീനിൽ അവിടെ വളരെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇമ്പീരിയലിസ്റ്റ് ശക്തികളുടെ സഹായത്തോടു കൂടി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയതിനു ശേഷം അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന ഒരു ജിയോ പൊളിറ്റിക്സ്, ഭൂമിയുടെ പേരിൽ ഉണ്ടാവുന്ന ഒരു രാഷ്ട്രീയവും അതിൻ്റെ പേരിലുണ്ടാവുന്ന റെസിസ്റ്റൻസും അതിൻ്റെ പേരിലുണ്ടാവുന്ന ഇൻവേഷനും അനക്സേഷനും ഒക്യുപ്പേഷനും എല്ലാം ഈ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ എക്കണോമി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അതായത് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു ജനതയുടെ അവിടുത്തെ രാഷ്ട്രീയവും അവിടുത്തെ എക്കണോമിയും സമ്മിശ്രമായി തന്നെ പ്രതിഫലിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു മാനത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്നത്. അത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി തന്നെ മാറുന്നുണ്ട്. നിരവധി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നിരവധി രചനകൾ നടത്തിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾ നോക്കുക, പൊളിറ്റിക്കൽ എക്കണോമി ഏറ്റവും ഗൗരവം നിറഞ്ഞ വിഷയമാണ്. പ്രത്യേകിച്ച് GCC നാടുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അവരുടെ സാമ്പത്തിക നിലപാടുകളും അതിൽ നിന്ന് അവർ രൂപീകരിച്ച രാഷ്ട്രീയ സമീപനങ്ങളും. റെന്റിയർ എക്കണോമി എന്നാണ് പൊതുവെ GCC നാടുകളെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നത്. റെന്റിയർ എക്കണോമി എന്ന് പറഞ്ഞാൽ റെന്റിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു സമൂഹത്തിന്റെ പ്രധാനമായ ഇൻകം വാടകയായി മാറുന്നു. നമ്മൾ ഇന്ന് ഏത് GCC നാടുകളിലേക്കും എടുത്തു നോക്കുക, അവിടെ ജനങ്ങളിൽ നിന്ന് റെന്റ് വാങ്ങിക്കൊണ്ട് റെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമ്പത്തിക സംവിധാനം രൂപപ്പെടുത്തിയതാണ് ഒട്ടുമിക്ക GCC നാടുകളും. അതുകൊണ്ട് തന്നെ അവിടുത്തെ എക്കണോമി അവിടുത്തെ പൊളിറ്റിക്സിലും അവിടുത്തെ എക്കണോമിയിലും ശക്തമായി സ്വാധീനിക്കുന്നത് നമുക്ക് കാണാം. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സെക്ടേറിയൻ പൊളിറ്റിക്സ്. അതായത് സൗദിയിലും അല്ലെങ്കിൽ ഇറാനിലും ഒരു ഷീ സുന്നി കോൺഫ്ലിക്റ്റ് നമ്മൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഈ സെക്ടേറിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചർച്ച അത് പലപ്പോഴും പൊളിറ്റിക്കൽ എക്കണോമിയുമായും ജിയോ പൊളിറ്റിക്സുമായും ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന വിഷയമാണ്. നോക്കുക, ഇറാനും സൗദി അറേബ്യയും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് സൗദി അറേബ്യയുടെ അൽ-ഹസ പ്രദേശം എന്ന് പറയുന്ന ആ സ്ഥലം. അവിടെ ഏറ്റവും കൂടുതൽ അധികമുള്ളത് ഷിയാക്കളാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ അതിർത്തി പ്രദേശമായ അൽ-ഹസ ഏരിയ അവിടെ ഷിയാക്കളാണ് എന്ന് മാത്രമല്ല, സൗദിയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശവും കൂടിയിട്ടാണ് അൽ-ഹസ ഏരിയ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എണ്ണ, അവിടെയുള്ള ജനസമൂഹത്തിന്റെ മതകീയത, ഇത് രണ്ടും ഒരേപോലെ സമ്മിശ്രമായി മാറുന്നത് കൊണ്ട് തന്നെ ഇറാൻ സൗദി അറേബ്യയുടെ അവരുടെ റീജിയണൽ സംഘർഷത്തിൽ ഈ പറയുന്ന വിഷയം പൊളിറ്റിക്കൽ എക്കണോമിയും അവരുടെ മതകീയതയും ഒരുപോലെ ഭാഗവാക്കായി മാറുന്നതും നമുക്ക് കാണാൻ കഴിയും. അതായത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്, റെന്റിയർ എക്കണോമി എന്ന് പറയുന്ന ഒരു വിഷയം, അതിൻ്റെ കൂടെ തന്നെ പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്ന അവിടുത്തെ എക്കണോമി അല്ലെങ്കിൽ എക്കണോമിയുടെ സോഴ്സുകൾ അവിടുത്തെ പൊളിറ്റിക്സിന്റെ പ്രധാന പ്രശ്നമായി മാറുന്നതും അല്ലെങ്കിൽ പ്രധാന വിഷയമായി മാറുന്നതും നമുക്ക് ആ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെന്റിയർ എക്കണോമി എന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ് ഈ റീജിയനിൽ സംഭവിക്കുന്നത്. പലപ്പോഴും വാടക കൊടുത്ത് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ ആ ജനതയ്ക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് പ്രത്യേകമായ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതാവുന്നതും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് GCC നാടുകളിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് വളരെ പെട്ടെന്ന് അടിച്ചമർത്തപ്പെടുന്നത് കാണാം. കാരണം ഈ വാടകയുടെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ക്രമം തന്നെ ആയതുകൊണ്ട് അത് താമസിക്കുന്നവർക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നതാണ് ഈ വിഷയത്തിലെ റെന്റിയർ എക്കണോമിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്ന ചർച്ചയിൽ തന്നെ അവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യവും മൗലിക സ്വാതന്ത്ര്യവും മൗലികമായ അവകാശങ്ങളൊക്കെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാണാം. ഏറ്റവും കൂടുതൽ നിഷേധിക്കപ്പെടുന്നതും ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. മറ്റൊന്നാണ് നമ്മൾ ഇതിൻ്റെ കൂടെ സംസാരിക്കേണ്ട, നേരത്തെ പറഞ്ഞു വെച്ച സെക്ടേറിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയം. ഈ സെക്ടേറിയൻ പൊളിറ്റിക്സ് പൊതുവെ നിങ്ങൾ നോക്കുക, വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഷിയ സുന്നി സെക്ടേറിയനിസമാണ്. യഥാർത്ഥത്തിൽ അവിടെ ബഹായികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒമാനിലെ മറ്റൊരു വിഭാഗം കൂടിയിട്ടുണ്ട്. ഏകദേശം അവർ സുന്നികളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അവരധികം ഈ പറയുന്ന സെക്ടേറിയൻ പൊളിറ്റിക്സിൽ ഭാഗവാക്കാവുന്നില്ല എന്നതുകൊണ്ടും അവരെ വല്ലാണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാറില്ല. എന്നാൽ ഷിയ സുന്നി വിഷയം അത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറ്റുന്നത് ഒരു എക്സ്റ്റേണൽ ഇന്റർഫിയറൻസിന്റെ, പുറത്തുള്ളവരുടെ കടന്നുകയറ്റത്തിന് ഒരു മീഡിയമായി ഉപയോഗിക്കപ്പെടുന്നതും കൊണ്ടും കൂടിയിട്ടാണ്. അതായത് നിങ്ങൾ നോക്കുക, ഈ പ്രദേശങ്ങളിലെ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഷിയാക്കളും സുന്നികളും കൂടുതലുള്ളതെന്ന് നോക്കുക. സൗദി അറേബ്യ നമുക്കറിയാം, അത് സലഫി കാഴ്ചപ്പാട് സൂക്ഷിക്കുന്ന സുന്നി രാഷ്ട്രമാണ്. സൗദി അറേബ്യയിലെ ഞാൻ നേരത്തെ പരാമർശിച്ച അൽ-ഹസ റീജിയൻ എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഷിയ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്.
ഇറാൻ സ്വാഭാവികമായും ഷിയ ഭൂരിപക്ഷമാണ്. അവിടെ 10-ലധികം താഴെ ശതമാനം സുന്നികളുമുണ്ട്. ഇറാഖ് എന്നത് 65-ലധികം ശതമാനം ഷിയാക്കളാണുള്ളത്. ബഹ്റൈനിൽ 70-ലധികം ശതമാനം ഷിയാക്കളാണുള്ളത്. ആ ബഹ്റൈനിൽ സുന്നികളായ 30-ൽ താഴെയുള്ള വിഭാഗത്തിൽ നിന്നുള്ള രാജവംശമാണ് 70-ലധികം ശതമാനം ഷിയാക്കളുള്ള ബഹ്റൈൻ ജനതയെ ഭരിക്കുന്നത്. യമനിലും ഏകദേശം പാതി എന്ന നിലയിൽ തന്നെ അവിടെ ഷിയാക്കളും സുന്നികളും താമസിക്കുന്നത് നമുക്ക് കാണാം. UAE-യിലും അതുപോലെ തന്നെ, എന്നാൽ ചെറിയൊരു ശതമാനം അവിടെയുണ്ട്. സിറിയയുടെ അവിടുത്തെ ഒരു ഷിയാക്കളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം അലവികൾ എന്ന് വിളിക്കപ്പെടുന്ന, നമുക്കറിയാം ബഷാർ അൽ അസദിനെ പോലുള്ള ആൾക്കാർ അലവികൾ എന്ന് വിളിക്കപ്പെടുന്ന ഷിയാക്കളുടെ ഏറ്റവും താഴെയുള്ള ഒരു ബ്രാഞ്ചിൽ പെടുന്ന വിഭാഗമാണ്. അതേപോലെ തന്നെ തുർക്കിയിലും നല്ലൊരു ശതമാനമെങ്കിലും 10-ൽ താഴെയാണെങ്കിൽ പോലും നല്ലൊരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വിഭാഗം തുർക്കിയിൽ നമുക്ക് കാണാം. ഫലസ്തീനിലും ജോർദാൻ ഭാഗങ്ങളിലും ഷിയാക്കളുടെ ചെറിയൊരു അളവുണ്ട്. അതുപോലെ തന്നെ ലെബനാനിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫലസ്തീൻ സംഘർഷം, ഫലസ്തീൻ റെസിസ്റ്റൻസ് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പരാമർശിക്കുന്ന പേരാണ് ലെബനാൻ എന്ന രാജ്യവും ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയും. ഒരു പക്ഷേ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തെ വളരെ യുണീക്കായ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്നത് ലെബനാനിലാണ്. അവിടുത്തെ ഭരണവ്യവസ്ഥയിൽ പോലും ഷിയ സുന്നി ക്രിസ്ത്യൻ പ്രാതിനിധ്യം അതായത് അവിടുത്തെ പ്രസിഡന്റ് ക്രിസ്ത്യാനിയാവുകയും പ്രധാനമന്ത്രി സുന്നിയാവുകയും അതുപോലെ തന്നെ അവിടുത്തെ സ്പീക്കർ, അസംബ്ലി സ്പീക്കർ ഷിയയായി മാറുകയും ചെയ്യുന്ന ഒരു വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു ഭരണ സംവിധാനമാണ് ലെബനാനിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമാന്തര ഭരണകൂടം എന്ന പോലെ തന്നെയാണ് ഹിസ്ബുള്ള ലെബനാനിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹിസ്ബുള്ളയുടെ ആധിപത്യമുള്ള ലെബനാൻ, അല്ലെങ്കിൽ സമാന്തരാധിപത്യമുള്ള ലെബനാൻ, ഹൂത്തികളുടെ യമനിൽ നല്ലൊരു ശതമാനം ഭാഗങ്ങൾ പിടിച്ചടക്കി ഭരിക്കുന്ന അവിടുത്തെ ഹൂത്തികളുടെ സാന്നിധ്യമുള്ള യമൻ, അതുപോലെ തന്നെ 70-ലധികം ശതമാനം റെപ്രസെന്റേഷൻ ഉള്ള ബഹ്റൈൻ, അതുപോലെ ഇറാൻ എന്ന് പറയുന്ന സമ്പൂർണമായ ഒരു രാഷ്ട്രം, ഇറാഖ് എന്ന് പറയുന്ന 65-ലധികം ശതമാനമുള്ള ഷിയാക്കളുള്ള ഇറാഖ്, അങ്ങനെ ഈ പ്രദേശങ്ങളിലെല്ലാം വളരെ പ്രവിശാലമായി തന്നെ കിടക്കുന്ന ഈ ഷീകളുടെ ഒരു രാഷ്ട്രീയ നീക്കങ്ങളെയെല്ലാം, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധത്തെയോ അവരുടെ റിബല്യനെയോ റിവോൾട്ടിനെയോ എല്ലാം സെക്ടേറിയനിസം എന്ന് പറയുന്ന തലത്തിലേക്ക് ഒതുക്കുന്നതും അത് പലപ്പോഴും അതൊരു കൊളോണിയലിസ്റ്റ് അല്ലെങ്കിൽ അമേരിക്ക, ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങളുടെ ഭാഗവും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ പറയുന്ന കോൺഫ്ലിക്റ്റുകളെല്ലാം അധികവും അവിടുത്തെ റീജിയണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായോ പൊളിറ്റിക്കൽ എക്കണോമിയുടെ ഭാഗമായോ ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായോ ഒക്കെയാണ്. അതിന് ഒരു മതകീയ വർണ്ണം നൽകുകയും അതിനെ വലുതാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അറബ് മുസ്ലിം അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വളരെ ഒരു മുസ്ലിങ്ങൾ തമ്മിലുള്ള സംഘർഷം നിറഞ്ഞ ഒരു പ്രദേശമായി ചിത്രീകരിക്കപ്പെടുന്നതും ഈ കൊളോണിയലിസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഇമ്പീരിയലിസ്റ്റ് അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങളുടെ ഭാഗം കൂടിയിട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, നമ്മൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയുമായി സംസാരിക്കുമ്പോൾ അവിടുത്തെ ഒരു കോണ്ടിനെന്റുകളുടെ വൻകരകളുടെ പ്രത്യേകതയാണ്. ഏഷ്യൻ ഭാഗവും അതുപോലെ തന്നെ ആഫ്രിക്കൻ ഭാഗവും യൂറേഷ്യ എന്ന് വിളിക്കപ്പെടുന്ന തുർക്കിയുടെ ഒരു സാന്നിധ്യവും കൂടി നിറഞ്ഞതാണ് ഈ പ്രദേശങ്ങൾ. അതായത് നമ്മൾ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോൾ ഈ മുഴുവൻ രാഷ്ട്രങ്ങളും ഏഷ്യൻ പ്രദേശങ്ങളല്ല. അത് നോർത്ത് ആഫ്രിക്ക, ആഫ്രിക്കയുടെ നോർത്തേൺ ഭാഗങ്ങൾ, അത് ഈജിപ്റ്റ്, സുഡാൻ, ലിബിയ, അൾജീരിയയുടെ ചില ഭാഗങ്ങൾ, മൊറോക്കോ, അങ്ങനെ അടക്കമുള്ള തുനീഷ്യ അടക്കമുള്ള ഭാഗങ്ങൾ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളായി വരുന്നു. അതുപോലെ തന്നെ പകുതിയിലധികം യൂറോപ്പിൽ കിടക്കുന്ന തുർക്കിയും കൂടി ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ. ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്ക എന്ന് വിളിക്കുന്ന പദത്തിനും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം നമ്മൾ ഏത് ലിറ്ററേച്ചർ എടുത്ത് നോക്കിയാലും അത് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക എന്നാണ് കാണുന്നത്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കൊളോണിയൽ പ്രൊജക്റ്റാണ്. അതായത് യൂറോപ്പിൻ്റെ കണ്ണിലൂടെ
നോക്കുന്ന ഒരു ടെർമിനോളജിയാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. സൗത്ത് ഏഷ്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശങ്ങൾ വെസ്റ്റ് ഏഷ്യയാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് കൊളോണിയൽ ഡിസ്കോഴ്സിന്റെ ഭാഗമായി ഈവൻ നമ്മുടെ ഇന്ത്യയിലെ നെഹ്റു അടക്കമുള്ളവരുടെ കാഴ്ചപ്പാടിൽ നമുക്ക് തീർച്ചയായും നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്ക എന്ന് തന്നെയാണ്. പകരം മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക എന്ന് വിളിക്കുന്ന പദപ്രയോഗം അത് കൊളോണിയൽ പ്രൊജക്റ്റിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ പോസ്റ്റ് കൊളോണിയൽ ചിന്തകന്മാർ പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ എഴുത്തുകളിലും ചിന്തകളിലാണെങ്കിൽ പോലും ഈ കൊളോണിയൽ ഹാങ് ഓവറിനെ മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ പ്രദേശത്തിൽ, കാരണം വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ പദപ്രയോഗങ്ങൾ പശ്ചിമേഷ്യയെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം നമ്മളിൽ ഇപ്പോഴും കൊളോണിയൽ ഹാങ് ഓവർ ബാക്കിയാണ് എന്നതുകൊണ്ടാണ്. പോസ്റ്റ് കൊളോണിയൽ കാലത്തിൻ്റെ ചിന്തയെ ഏറ്റുപിടിക്കേണ്ടതും ഈ പ്രദേശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനിവാര്യമായി മാറുന്നു എന്നതും കൂടി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പ്രദേശത്തിൻ്റെ ഭാഷാ വൈവിധ്യവും അവിടുത്തെ രാഷ്ട്രീയത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പേർഷ്യൻ ഗൾഫ്, അതേപോലെ തന്നെ അറേബ്യൻ ഗൾഫ്, അതൊരു ഭാഷയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഘർഷമാണ്. ആ പദത്തിൽ തന്നെ നമുക്കത് കാണാം. അതുപോലെ തന്നെ അറബ്, കുർദ്, ഹീബ്രു, ഇസ്രായേൽ തന്നെ അവർ അധികവും നോൺ അറബുകളായതുകൊണ്ട് തന്നെ ഇസ്രായേൽ ദേശീയ ഭാഷയെ അവർ സ്വീകരിച്ചത് ഹീബ്രു ആണ്. പക്ഷേ അവിടെ അറബികളായ ഇസ്രായേലികൾ, അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലികൾ അറബിയായിരുന്നു സംസാരിച്ചെങ്കിൽ പോലും അധികവും അഷ്കനാസികൾ അടക്കമുള്ള പുറത്തു നിന്ന് വന്ന എല്ലാവരും ഈ വിവിധ ഭാഷകളാണ്, ഹീബ്രു ആണ് സംസാരിക്കുന്നത്. അതുപോലെ തുർക്കി മറ്റൊരു വൈവിധ്യം നിറഞ്ഞ ഭാഷയാണ്. അതുപോലെ തന്നെ കുർദ് മറ്റൊരു ഭാഷയാണ്, പേർഷ്യൻ ഭാഷയാണ്. അങ്ങനെ അറബ് അടക്കമുള്ള, അതുപോലെ തന്നെ വെസ്റ്റ് സഹാറൻ ഭാഗത്തെ വിവിധ സ്ലാങ്ങുകൾ, അറേബ്യൻ സ്ലാങ്ങുകളും കൂടി നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഷ അവിടുത്തെ രാഷ്ട്രീയത്തെയും കൂടി സ്വാധീനിക്കുന്നത് നമുക്ക് അവരുടെ ചരിത്രത്തിലും സമകാലിക സംഭവങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഭൂപ്രദേശം, അവിടുത്തെ ഭാഷ, അതുപോലെ തന്നെ അവിടുത്തെ മതം എന്നതാണ് അടുത്തതായി നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന എലമെന്റ്. ലോകത്തിൽ നിലനിൽക്കുന്ന ഇന്ന് ക്രിസ്ത്യാനിറ്റി അധികം രൂപം കൊണ്ടത് ഫലസ്തീനിലാണ്. അതിൻ്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഈസ്റ്റർ ആഘോഷം പോലും ഫലസ്തീനിൽ ക്രിസ്ത്യാനികൾക്ക് സമാധാനപരമായി ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. നമ്മൾ 2 ദിവസം മുമ്പ് അത് കണ്ടതാണ്. ആ ക്രിസ്ത്യാനിറ്റി രൂപീകരിക്കപ്പെടുന്നത് ഫലസ്തീനിലാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് യഹൂദർ എന്ന് വിളിക്കപ്പെടുന്ന, അഹ്ലി കിതാബ് എന്ന് നമ്മൾ ഇസ്ലാം പൊതുവെ വിളിക്കുന്ന അവർ രണ്ടുപേരും രൂപപ്പെടുന്നതും വളർന്നതും ഷാം എന്ന് വിളിക്കപ്പെടുന്ന ഫലസ്തീൻ, ലെബനാൻ, ജോർദാൻ, സിറിയ എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രദേശങ്ങളിലാണ്. ഇവിടെയാണ് ഈ 2 പ്രധാനപ്പെട്ട മതങ്ങളും പടർന്നു പന്തലിച്ചത്. ആ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അറബ് നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൻ്റെ, അതായത് പ്രോഫറ്റ് മുഹമ്മദിൻ്റെയും ഒരു വരവുണ്ടാവുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഇസ്ലാമിൻ്റെ തിയോളജിക്കലായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മറന്നുകൊണ്ടല്ല പറയുന്നത്. കാരണം ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം എല്ലാ പ്രവാചകന്മാരും ഇസ്ലാമിൻ്റെ ആൾക്കാരാണ്, എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളാണ്, ആദ്യത്തെ മുസ്ലിം ആദ്യത്തെ നബിയാണ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ തിയോളജിക്കലായ പെർസ്പെക്റ്റീവാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് ഊന്നുന്നു എന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരു വർഗീകരണം ഞാൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഈ പ്രധാനപ്പെട്ട 3 മതവിഭാഗങ്ങളും രൂപപ്പെട്ടത് അവിടെയാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലും വിവിധ ഭാഗത്തും പടർന്ന് കിടക്കുന്ന പാഴ്സികൾ, അതായത് മജൂസികൾ അല്ലെങ്കിൽ സരതുഷ്ടർ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം രൂപപ്പെട്ടത് അവിടെ തന്നെയാണ്. ബഹായികൾ എന്ന് വിളിക്കുന്ന ആദ്യത്തെ മതവിഭാഗം രൂപപ്പെട്ടതും ഈ പറയുന്ന അറേബ്യൻ ഫലസ്തീനി ഭാഗത്തു തന്നെയാണ്. അങ്ങനെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒട്ടുമിക്ക മതങ്ങളുടെയും ഒരു കേന്ദ്രമായി, എപ്പിസെന്ററായി വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ പോകുന്നു. ഈ മതങ്ങളുടെ സാന്നിധ്യം തന്നെ അവിടുത്തെ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തിൽ ഏകദേശം ഒരു 10-ാം നൂറ്റാണ്ടുകൾക്കിപ്പുറം വളരെ ക്രൂരമായ, വളരെ ബ്രൂട്ടലായ, രക്തപങ്കിലമായ ചരിത്രത്തിന് കാരണമായി മാറുന്നുണ്ട്. അതിൻ്റെ തുടക്കം നമുക്കറിയാം കുരിശുയുദ്ധത്തിൻ്റെ തുടക്കത്തിലൂടെയാണ്. കുരിശുയുദ്ധം അത് പ്രധാനമായ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തിലെ സംഭവവികാസങ്ങളാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി കുരിശുയുദ്ധക്കാരിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ചരിത്രം, അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കയിലെ മംലൂക്ക് ഡൈനാസ്റ്റിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന
ബൈബേഴ്സ്, സൈഫുദ്ദീൻ ഖുത്തുസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ അതിനു മുമ്പ് ഈ ബൈത്തുൽ മഖ്ദിസും അത് സംരക്ഷിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്ന തുർക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപപ്പെട്ട ഉസ്മാനി സൽത്തനത്തിന്റെ ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അതായത് വെസ്റ്റിൽ ഈസ്റ്റിൽ കേന്ദ്രീകരിച്ച് നിന്നിരുന്ന ഒരു ജനസമൂഹത്തെ വെസ്റ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഒരു മുസ്ലിം സാംസ്കാരികമായ സംഭാവനയായും രാഷ്ട്രീയമായ സംഭാവനയായി നമുക്ക് കാണാം. ആദ്യമായി ഒരു വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തു നിന്ന് അത് വെസ്റ്റിലേക്കുള്ള ഒരു ആധിപത്യത്തിന് തുടക്കം കുറിക്കുന്നത് സ്പാനിഷിന്റെ ചരിത്രത്തിലാണ്. സ്പാനിഷ് ഇസ്ലാമിന്റെ ചരിത്രം 711-12 കാലത്തിൽ മൂസ ബിൻ നുസൈറിന്റെയും താരിഖ് ബിൻ സിയാദിന്റെയൊക്കെ നേതൃത്വത്തിൽ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്ത് അവരവിടെ പോവുകയും നോർത്ത് ആഫ്രിക്കയെ കടന്നുകൊണ്ട് ജിബ്രാൾട്ടർ കടലിലേക്ക് മറികടന്നുകൊണ്ട് സ്പെയിൻ പിടിച്ചെടുക്കുന്ന ഒരു ചരിത്രത്തിൽ നിന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അറബികളുടെ വെസ്റ്റേൺ ചരിത്രത്തിലേക്കുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു വലിപ്പം ഉണ്ടാവുന്നത്. പിന്നീട് ഏകദേശം 1492 വരെയെങ്കിലും അറബ് മുസ്ലിങ്ങളുടെ പശ്ചാത്തലമുള്ള വിവിധ ഭരണകൂടങ്ങൾ സ്പാനിഷിന്റെ പ്രധാന ഭരണാധികാരിയായി നിലനിൽക്കുന്നത് നമുക്ക് കാണാം. അവിടെ സ്പെയിനിൽ മുസ്ലിം ആധിപത്യം തകരുന്ന പശ്ചാത്തലത്തിൽ, എന്നാൽ അതിനിപ്പുറം കുറച്ചും കൂടെ ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ട് അനത്തോളിയൻ ഭാഗത്തു നിന്ന് രൂപപ്പെട്ട ഉസ്മാനികൾ 1400-കപ്പുറം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുകയും 1600-കപ്പുറം ഒട്ടുമിക്ക വെസ്റ്റേൺ യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം ഉസ്മാനി സൽത്തനത്തിന്റെ ഖിലാഫത്തിന്റെ സാമന്ത രാഷ്ട്രങ്ങളായും കപ്പം കൊടുക്കുന്ന രാഷ്ട്രങ്ങളായും മാറിയ ഒരു ചരിത്രവുമുണ്ട്. ഈ ഒരു നീണ്ട ഇസ്ലാമിക മുസ്ലിം ചരിത്രങ്ങളെല്ലാം ഒരു പക്ഷേ ഓറിയന്റലിസ്റ്റ് ചിന്തകന്മാർക്കും അവരുടെ രചനകളിലും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു പ്രധാന ആശയം രൂപപ്പെടുത്തുവാൻ കാരണമായിട്ടുണ്ട്. ഏകദേശം എല്ലാ കുരിശുയുദ്ധങ്ങളിലും പലപ്പോഴും പരാജയപ്പെട്ട ചരിത്രമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. സ്പാനിഷ് ഇസ്ലാമിന്റെ ചരിത്രം ഒരു വലിയ വെറുപ്പ് മുസ്ലിങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്മാനി ഖിലാഫത്തിന്റെ യൂറോപ്യൻ ആധിപത്യവും വലിയ വെറുപ്പ് അവർക്ക് കാരണമായിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, കേരളത്തിലേക്ക് വാസ്കോഡി ഗാമ ഇങ്ങോട്ടെത്തുന്നത് പോർച്ചുഗലിൽ നിന്നാണ്, അതായത് പഴയ സ്പാനിഷ് പ്രദേശത്ത് നിന്നാണ്. 1498 കാപ്പാട് വാസ്കോഡി ഗാമ എത്തുന്നത്. ആ കാപ്പാട് വാസ്കോഡി ഗാമ എത്തുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഇവിടുന്ന് മക്കയിലേക്ക് പോകുന്ന ഹജ്ജാജിമാരായ ആൾക്കാരുടെ ഷിപ്പുകൾ കത്തിച്ച് കളയുകയും കൂട്ടക്കൊല നടത്തുകയും കൊള്ളയടിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. അതായത് മുസ്ലിം വിരുദ്ധത പേറി വരുന്ന, മുസ്ലിം ചരിത്രത്തിന്റെ ബാക്കപ്പ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അവിടുന്ന് ഇസ്ലാമോഫോബിയ പേറി വരികയും അവിടുന്ന് അത് കേരളത്തിൽ, നമ്മുടെ സ്വന്തം കേരളത്തിൽ അതിന്റെ ഒരു പ്രധാന അപ്ലിക്കേഷൻ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാനിത് പറയാൻ കാരണം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ആദ്യത്തെ ഒരു പാശ്ചാത്യ വിരുദ്ധ, ഒരു അധിനിവേശ വിരുദ്ധ പോരാളി എന്നത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. അദ്ദേഹത്തിന്റെ കിതാബ് അത്തഹ്രീറുൽ അഹ്ലിൽ ഈമാൻ അലാ ജിഹാദ് അബദത്ത് സുൽബാൻ എന്ന് പറയുന്ന കിതാബാണ്. ആ കിതാബിന്റെ പേര് നോക്കുക, അബദത്ത് സുൽബാൻ, കുരിശുദ്ധക്കാർക്കെതിരെ വിശ്വാസികൾക്ക് ജിഹാദിനുള്ള പ്രേരണ എന്നാണ് ആ കിതാബിന്റെ പേര് പോലും. അതായത് ഇങ്ങ് കേരളത്തിൽ 1500-കളിൽ ഒരു പണ്ഡിതൻ അങ്ങ് നൂറ്റാണ്ടുകളായി പാശ്ചാത്യ വിഭാഗങ്ങളും ഈസ്റ്റേൺ യൂറോപ്പിന്റെ അടുത്തുമുള്ള ആൾക്കാർ പശ്ചിമേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് നടത്തിയിരുന്ന കൂട്ടക്കുരുതികളെ ചുരുക്കത്തിൽ പരാമർശിക്കുന്ന പേരാണ് കുരിശുയുദ്ധം എന്നത്. ആ കുരിശുയുദ്ധത്തിന്റെ പദം തന്നെയാണ് ഇങ്ങ് കേരളത്തിലെ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ വാസ്കോഡി ഗാമയുടെയും സംഘത്തിന്റെയും വരവിനെയും അവരുടെ ക്രൂരതയും വിശദീകരിക്കുവാനും അവർക്കെതിരെ ജിഹാദ് ആവശ്യമാണെന്നും ഇവിടുത്തെ ഹിന്ദു ഭരണാധികാരിയുടെ കീഴിൽ നിന്നുകൊണ്ട് അവർക്കെതിരെ പോരാടണമെന്ന് ആവശ്യപ്പെടുന്ന കിതാബ് പോലും രചിക്കുന്നത്, അതിന് അദ്ദേഹം ടൈറ്റിലായി ഉപയോഗിക്കുന്നത് അബദത്ത് സുൽബാൻ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് കുരിശുയുദ്ധത്തിന്റെ ആൾക്കാർ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. അത്രത്തോളം ആ ഒരു വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെ അവിടുത്തെ നീക്കങ്ങൾ ഇങ്ങ് നമ്മുടെ സ്വന്തം കേരളത്തിൽ പോലും അതിൻ്റെ അലയൊലികൾ ഉണ്ടായി എന്നും ആദ്യത്തെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ അതിൻ്റെ നേതാവായിരുന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ അദ്ദേഹത്തിന്റെ കൃതിയിൽ ആ പേര് തന്നെ ഉപയോഗിച്ചു എന്നതും
നമ്മുടെ ഈ പ്രദേശങ്ങളും നമ്മുടെ കൊച്ചു കേരളവും തമ്മിലുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരു കണക്ടിവിറ്റിയെ പഠിപ്പിച്ചു തരുന്ന ഒരു ഓർമ്മ കൂടിയിട്ടാണ്. ഓർമ്മ എന്നത് ഒരു സമൂഹത്തെ, ഒരു ജനസമൂഹത്തെ നമ്മളെ എന്നെന്നും നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആ പദപ്രയോഗം സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഇവിടെ ഉപയോഗിക്കുന്നത്? നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് കുരിശ് യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലവും അതുപോലെ തന്നെ സ്പാനിഷ് മുസ്ലിം വിജയവും ഉസ്മാനികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ വിജയവും ഇതിന് ശേഷം അല്ലെങ്കിൽ ഇതോടുകൂടി രൂപപ്പെട്ടു വന്ന യൂറോപ്യൻ ഭാഗങ്ങൾ രൂപപ്പെട്ടു വന്ന ഈ ഒരു മുസ്ലിം വിരുദ്ധതയാണ് ഇന്ന് ലോകത്താകമാനം കത്തി നിൽക്കുന്ന ഇസ്ലാമോഫോബിയയ്ക്ക് പ്രധാന വളമായി മാറിയത് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശത്തെക്കുറിച്ചുള്ള ലിറ്ററേച്ചറുകൾ നിങ്ങൾ നോക്കുക, അവരെക്കുറിച്ചുള്ള രചനകൾ, അക്കാദമികമായ രചനകൾ തന്നെ നോക്കുക, അവരധികവും വിദ്വേഷം നിറഞ്ഞ രചനകളാണ്. നമ്മളുടെ ആധുനിക വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ തന്നെ റെഫർ ചെയ്യുന്നത് ഓറിയന്റലിസ്റ്റുകളായ പണ്ഡിതന്മാരെ തന്നെയാണ്. ഈ ഏകദേശം 100-ലധികം വയസ്സ് വരെ ജീവിച്ച ബെർണാഡ് ലൂയിസ്, 2-3 വർഷം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഈ ബെർണാഡ് ലൂയിസ് ഇസ്ലാമിക ചരിത്രത്തിലെ ഫോർമോസ്റ്റ് ഇസ്ലാമിക് സ്കോളർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വാട്ട് വെന്റ് റോങ്, മുസ്ലിം സമൂഹത്തിന് എന്ത് തെറ്റ് സംഭവിച്ചു എന്ന് പറയുന്ന രചനയുണ്ട്. ഇസ്ലാമിക ലോകത്തിന്റെ സിവിലൈസേഷനെ കുറിച്ചുള്ള രചനകളുണ്ട്. ധാരാളം 100-നും അടുത്ത് തന്നെ രചനകൾ നിർവഹിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെല്ലാം രചനകളായി മാറിയ വളരെ വിദഗ്ധനായ ഒരാളാണ്. എന്നാൽ അതേ മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ഇസ്രായേൽ സ്റ്റേറ്റ് രൂപീകരിച്ചപ്പോൾ സയോണിസ്റ്റ് ഉപദേഷ്ടാവായി മാറിയത്. അതേ ബെർണാഡ് ലൂയിസ് തന്നെയാണ് വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ഒരു ആശയം രൂപീകരിച്ച് ജോർജ് ഡബ്ല്യു ബുഷിന് നൽകിയത്. ഡെമോക്രറ്റൈസേഷൻ ഓഫ് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ചിന്തയുടെ പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇതേ ബെർണാഡ് ലൂയിസ് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു വന്നത്, ഓറിയന്റലിസ്റ്റ് രചനകളുടെ അതിൻ്റെ ഒരു ദുരവ്യാപകമായ പ്രത്യാഘാതം എന്നത് ലോകതലത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രവാചകനെയും ഖുർആനെയും ഒരു വെസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രദേശത്തെ തന്നെയും വളരെ മ്ലേച്ഛമായും അത് ചിത്രീകരിക്കുകയും പൈശാചികവൽക്കരിക്കും, ഡീഹ്യൂമനൈസ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ പൈശാചികവൽക്കരിക്കുന്നതിലും പ്രധാന കാരണമായി ഓറിയന്റലിസ്റ്റ് രചനകൾ മാറിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കുക, ഓറിയന്റലിസ്റ്റ് രചനകളുടെ അവരുടെ ഒരു ഉത്ഭവത്തെക്കുറിച്ച് ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഈ കുരിശ് യുദ്ധങ്ങളുടെ പരാജയം തന്നെയാണ്. അതായത് മുസ്ലിങ്ങളുടെ ആദ്യകാല മുസ്ലിങ്ങളെ സായുധമായി നമുക്ക് തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാംസ്കാരികമായും രാഷ്ട്രീയമായും തകർക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു ചർച്ച അവർക്കിടെ രൂപപ്പെട്ടത്രേ. അതിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഈ ഓറിയന്റലിസ്റ്റ് രചനകളുടെ തുടക്കം എന്ന് പറയുന്ന ചില നിരീക്ഷണങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഓറിയന്റലിസ്റ്റ് രചനകൾ മുഴുവനും ഈ പ്രദേശത്തെക്കുറിച്ചുള്ള നെഗറ്റീവായ ഇമേജ് രൂപീകരിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. വളരെ പോസിറ്റീവായ ഇസ്ലാമോഫീലിക്കായ, അതായത് ഇസ്ലാമിനോട് മമതയുള്ള നിരവധി പണ്ഡിതന്മാരും ആ പണ്ഡിതന്മാരിൽ പലരും ഇസ്ലാമും തന്നെ സ്വീകരിച്ച ഒരുപാട് ചരിത്രം ഓറിയന്റലിസത്തിന്റെ ഇവല്യൂഷനിൽ നമുക്ക് കാണാം. എന്നിരുന്നാലും ഓറിയന്റലിസ്റ്റ് രചനകൾ ഇസ്ലാമിനെയും അറബ് നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെയും വെസ്റ്റ് ഏഷ്യൻ ഭാഗത്തെയും വളരെ പൈശാചികവൽക്കരിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്കെതിരെ ഒരു മുൻവിധികൾ രൂപപ്പെടുത്തുന്നതിനും പ്രധാന കാരണമായിട്ടുണ്ട്. ഓറിയന്റലിസം എന്നതിൻ്റെ ഒരു ആധുനിക വായാണ് നിയോ ഓറിയന്റലിസം. അതായത് ഈസ്റ്റിൽ ഇരുന്നു കൊണ്ട് വെസ്റ്റുകാരുടെ രചനകൾ വായിക്കുകയും അവരുടെ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് നിയോ ഓറിയന്റലിസം എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ ഇങ്ങനെയുള്ളവരെ ഇൻഫോർമേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നു. ഇൻഫോർമെന്റ് എന്നോ ഇൻഫോർമേഴ്സ്, അതായത് വെസ്റ്റിന് ഈസ്റ്റിനെ കുറിച്ചും അറബ് മുസ്ലിം നാടുകളെ കുറിച്ചും വാർത്തകൾ ചോർത്തി കൊടുക്കുന്ന ആൾക്കാർ എന്ന തരത്തിൽ ചില നിയോ ഓറിയന്റലിസ്റ്റുകളെ പരിഹസിച്ചുകൊണ്ട് വിളിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഞാൻ പറയുന്ന ഈ പദം ഓറിയന്റലിസം എന്ന് വിളിക്കപ്പെടുന്നത് ഏകദേശം യൂറോപ്പ് അല്ലാത്ത പ്രദേശത്തെ കുറിച്ചിട്ടാണെങ്കിൽ പോലും അവരുടെ രചനകളിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും ഇസ്ലാമും മുസ്ലിങ്ങളും ആ പ്രദേശങ്ങളിലും അവരുടെ സംസ്കാരങ്ങളും അവരുടെ ഭാഷയും അതിൽ ഖുർആനും പ്രോഫറ്റ് മുഹമ്മദും ഇസ്ലാമും പ്രധാന വിഷയമായി വരുന്നു എന്നതുകൊണ്ട് കൂടിയിട്ടാണ് അവരുടെ ഈ രചനകൾ നമ്മുടെ ഇങ്ങ് കേരളത്തിൽ പോലും, അതായത് അറബുകൾ പ്രോഫറ്റ് ഒരു ദുഷ്ടനായിരുന്നു എന്നും ഖുർആൻ എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധമായ ഒരു കിതാബാണെന്നും ഇസ്ലാം എന്ന് പറയുന്ന ഒരു മേൽ ഷോവനിസ്റ്റ് റിലീജനാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുകളൊക്കെ രൂപീകരിക്കുന്നതിൽ
ഈ പറയുന്ന ഓറിയൻഷ്യൽ രചനകൾ പ്രധാനമായി കാരണമായിട്ടുണ്ട്. ഈ ഓറിയൻഷ്യൽ രചനകളുടെ വായനകളിലൂടെ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെ അവിടുത്തെ ജനങ്ങളുടെ ചലനങ്ങളെ മുൻവിധിയോടുകൂടി കാണുന്ന ഒരു കാഴ്ചപ്പാട് ബാക്കിയുള്ള പ്രദേശങ്ങളിൽ വ്യാപിക്കുന്നതിലും നമുക്ക് ഈ രചനകൾ കാരണമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഞാൻ ഈ രചനകളുടെ ഒരു പ്രത്യേകത പറഞ്ഞത്, നമ്മൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയെ കുറിച്ച് വായിക്കുമ്പോൾ അക്കാദമികമായ രചനകളാണല്ലോ നമ്മൾ അധികവും റെഫർ ചെയ്യുക. ആ രചനകളെല്ലാം ഈ മുൻവിധികളും കൂടി പലതും നിറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്തെ വിവിധ മതസമൂഹങ്ങൾ, വിവിധ ഗോത്രവർഗങ്ങൾ, വിവിധ എത്നിസിറ്റികൾ, വിവിധ ഭാഷകൾ, വിവിധ ജനസമൂഹങ്ങൾ, അവരുടെയൊന്നും ജൈവികമായ പ്രവർത്തനങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഈ പ്രദേശം എന്ന് പറയുന്നത് അതൊരു ഇസ്ലാമിൻ്റെ നാടാണെന്നും അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം കാരണമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിനും ഈ പറയുന്ന രചനകൾ കാരണമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, തുർക്കി എന്നത് യൂറേഷ്യൻ രാഷ്ട്രമാണ്. അതായത് അനത്തോളിയൻ ഭാഗങ്ങളുള്ള കുറച്ച് ഭാഗങ്ങൾ, ഏഷ്യൻ ഭാഗങ്ങൾ മാറ്റിവെച്ചാൽ ബാക്കി യൂറോപ്പിലാണ് കിടക്കുന്നത്. അൻകറ, ഇസ്താംബുൾ ഭാഗങ്ങൾ ഒക്കെ അധികം യൂറോപ്പിലാണ് കിടക്കുന്നത്. തുർക്കി ആധുനിക തുർക്കി ആയതിൻ്റെ പ്രധാന കാരണം പോലും കമാൽ അത്താതുർക്ക് മോഡേൺ തുർക്കി പ്രഖ്യാപിച്ചതിൻ്റെ പ്രധാന കാരണം പോലും യൂറോപ്യനൈസ്ഡ് ആയി മാറുക, യൂറോപ്യനായി മാറുക എന്നതുകൊണ്ടായിരുന്നു. എന്നാൽ 1922 മുതൽ ഇങ്ങ് 2025 വരെയും തുർക്കിക്ക് യൂറോപ്യൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ മുഴുവൻ മെമ്പർഷിപ്പ് ഇതുവരെയും അവർ കൊടുത്തിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ചില യൂറോപ്യൻ ലീഡേഴ്സ് പറയുന്നുണ്ട്, തുർക്കിക്കെങ്ങാനും യൂറോപ്യൻ മെമ്പർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ യൂറേബ്യ ആയി മാറും. യൂറോപ്പ് എന്നത് യൂറേബ്യ ആയി മാറും എന്നത്, അതായത് അറേബ്യ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഇസ്ലാമിന്റെ നാടായി ചിത്രീകരിക്കുക, യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിറ്റിയുടെയോ അല്ലെങ്കിൽ യഹൂദന്റെയോ ഒരു പ്രദേശമായി ചിത്രീകരിക്കുക, അതിൻ്റെ കൂടെ ഇസ്ലാം വേഴ്സസ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു അക്കാദമികമായ ഡിസ്കോഴ്സ് രൂപപ്പെടുത്തുക. ഇതൊക്കെ അതുമായി അതിൻ്റെ കൂടെ വളർന്നു വന്ന മറ്റു പല ചിന്തകളാണ്. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കുക, ക്രിസ്ത്യാനിറ്റി രൂപപ്പെട്ടത് ഫലസ്തീനിലാണ്. അതുപോലെ തന്നെ യഹൂദ മതവും രൂപപ്പെട്ടതും വളർന്നു വലുതായതും ഫലസ്തീൻ, ഷാം പ്രദേശങ്ങളിലാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ ഇസ്ലാം വേഴ്സസ് വെസ്റ്റ് എന്നതിനെ, അതായത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളെ അതൊരു ഇസ്ലാമിൻ്റെ ഭാഗമായും അത് വെസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെയും മറ്റതിൻ്റെയും ഭാഗമായും ചിത്രീകരിക്കുന്ന ഒരു തരത്തിലുള്ള നരേറ്റീവ് പോലും ഈ ഓറിയൻഷ്യൽ രചനകളിലൂടെയും പിൽക്കാലത്ത് വന്ന പോപ്പുലർ റൈറ്റിങ്ങുകളിലൂടെയും നരേഷനിലൂടെയും വളർന്നു വന്നിട്ടുണ്ട് എന്നതും കൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. അതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് എന്നത് അത് മുസ്ലിമിൻ്റെ കളറായി ചിത്രീകരിക്കുന്നത് പോലും നമുക്ക് കാണാം. സ്പാനിഷ് ചരിത്രം നോക്കുക, അവിടെ മൊറോക്കോയിൽ നിന്ന് വളർന്നു വന്ന സമൂഹങ്ങളായിരുന്നു നോർത്ത് ആഫ്രിക്ക, പ്രത്യേകിച്ച് മൊറോക്കോയിൽ നിന്ന് വളർന്നു വന്ന സമൂഹങ്ങളായതുകൊണ്ട് ആ പ്രദേശങ്ങളെ മൂറിഷ് ജനത എന്നാണ് വിളിച്ചിരുന്നത്. അതായത് മുസ്ലിങ്ങളെ മൂർ എന്നുള്ള പദത്തിലൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഷേക്സ്പിയറിന്റെ രചനകളിൽ പോലും ഈ മൂർ എന്നുള്ള പദം കാണാം. കാരണം മുസ്ലിങ്ങൾ എന്നതിന് പകരം മൂർഷ്, ഒരു ബ്ലാക്ക് നിറഞ്ഞ ജനത എന്ന തരത്തിലുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അത് മാത്രമല്ല, യൂറോപ്യൻ ലിറ്ററേച്ചറിൽ ഉസ്മാനികൾ, ഇത് തുർക്കി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഉസ്മാനി ഖിലാഫത്തിലുള്ള ജനതയെ ഉസ്മാനി എന്നതിന് പകരം അവർ ഉപയോഗിച്ച തുർക്ക് എന്നുള്ളതാണ്. അതായത് മുസ്ലിം എന്നതിന് പതിനേക്കാളും അപ്പുറം അവരെ ഒരു റേസിലേക്ക് ഒതുക്കി നീർക്കുന്ന ഒരു രീതിയാണ് യൂറോപ്യൻ ചരിത്രകാരന്മാരും സമീപിച്ചത്. ഇങ്ങനെ റേസിന്റെ പേരിൽ ഒരു വിഭാഗ്യത രൂപപ്പെടുത്തുക, ഇസ്ലാമോഫോബിയ വളർത്തുക എന്നതെല്ലാം ഈ പ്രദേശത്ത് നീണ്ടുകിടക്കുന്ന വിഷയങ്ങളാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പ്രധാനമായും ചേർക്കേണ്ട മറ്റൊരു വിഷയമാണ് ഈ പ്രദേശത്ത് നടന്ന വിവിധ തരത്തിലുള്ള യൂറോപ്യൻ ഇൻവേഷൻസ് പോലും. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഈജിപ്തിലുള്ള ഇൻവേഷൻ 1800കളുടെ തുടക്കത്തിലാണ് അത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റലി, ഫ്രാൻസിൻ്റെ സുഡാനിലും ലിബിയയിലുമുള്ള അവരുടെ അധിനിവേശങ്ങൾ, അതിനെതിരെയുള്ള സനൂസി, മഹദി പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങൾ, ഉമർ മുഖ്താറിൻ്റെയൊക്കെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈജിപ്തിൽ തന്നെ ഒറാബി വിപ്ലവങ്ങൾ ഉണ്ടാവുന്നതും അവിടെ ഫ്രഞ്ച് പോയിട്ട് പിന്നീട് വീണ്ടും അവിടെ ബ്രിട്ടീഷുകാരുടെ വരവും, അങ്ങനെ അവിടെ ബ്രിട്ടീഷുകാർ, അതുപോലെ തന്നെ ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഫ്രാൻസ്, ചില ഭാഗങ്ങൾ ജർമ്മൻ,
അടക്കമുള്ള വിവിധ യൂറോപ്യൻ ഇമ്പീരിയലിസ്റ്റ് ശക്തികൾ ഈ ഭാഗങ്ങളിൽ പിടിമുറുക്കിയതിൻ്റെയും കൂടെ ഭാഗമായി അവിടെ കടന്നു വന്ന ഒരു കൾച്ചറൽ ഇൻവേഷനും കൂടി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് ഒട്ടുമിക്ക നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെയും ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത് ഫ്രഞ്ചാണ്, പ്രത്യേകിച്ച് ഈജിപ്റ്റ് അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ. അതിൻ്റെ പിന്നീട് അത് ഇംഗ്ലീഷിലേക്കായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവിടെ നമുക്കറിയാം, ഇവിടെ നമ്മുടെ മാഹിയിലും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ ഫ്രഞ്ച് ഭാഷയുടെ ഒരു സ്വാധീനം, അതുപോലെ തന്നെ ഗോവൻ ചുറ്റുപാട് ഭാഗങ്ങളിൽ റഷ്യൻ ഭാഷയുടെ സ്വാധീനം എന്നതുപോലെ തന്നെ ആരാണോ ഈ ഭാഗങ്ങളിൽ അടിച്ചമർത്തി അവരുടെ കോളനിയായി വെക്കുന്നത് അവരുടെ ഭാഷയും അവരുടെ വേഷവിധാനങ്ങളും അവരുടെ സംസ്കാരവും നാഗരികതയൊക്കെയും അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ തരത്തിലുള്ള ഒരു ആദ്യകാല യൂറോപ്യൻ ഇൻവേഷനും പിന്നീട് 1945 കൂടി അമേരിക്കയുടെ ഒരു വരവും ആ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേലിന്റെ രൂപീകരണവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറബ് ജൂസ് എന്ന് പറയുന്ന ചെറിയൊരു ശതമാനം മാറ്റിവെച്ചാൽ അഷ്കനാസികൾ എന്ന് വിളിക്കപ്പെടുന്ന വിവിധ യൂറോപ്യൻ യഹൂദന്മാരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതാണ് ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രം പോലും. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദമായി വേറെ സംസാരിക്കുന്നതാണ്. അങ്ങനെ യൂറോപ്യൻ ഇന്റർഫിയറൻസ് ഈ പ്രദേശങ്ങളിലെ സമാധാനപരമായ, അതായത് യൂറോപ്യൻ ഇന്റർഫിയറൻസിന് മുമ്പ്, അവരുടെ കടന്നുകയറ്റത്തിന് മുമ്പ് സമാധാന ജീവിതമാണ് എന്നതൊന്നും അർത്ഥമില്ല. എന്നാൽ പോലും ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളായി ഒതുങ്ങിയിരുന്ന ഒരു സമൂഹത്തെ അവരുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളെ അധികരിപ്പിക്കുന്നതിലും അതിൽ നിന്ന് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു പോളിസി നടപ്പിലാക്കുന്നതിലും ഈ ഫോറിൻ ഇന്റർഫിയറൻസ് പ്രധാനമായും കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് എണ്ണയുടെ വളർച്ച. 1970-കൾക്ക് ശേഷം എക്കണോമിക് ബൂം ഗൾഫ് സ്റ്റേറ്റുകൾ സംഭവിക്കുന്നു. അതിനു മുമ്പ് വരെ നമുക്കറിയാം പല ഭാഗങ്ങളിലും ചെറിയ സംഘങ്ങളായിട്ടായിരുന്നു നമ്മുടെ ഇന്ത്യ അടക്കമുള്ള സൗത്ത് ഏഷ്യൻ നാടുകളിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നുമെല്ലാം ഈ ഭാഗത്തേക്കൊരു പലായനം സംഭവിക്കുന്നത്. ഗൾഫ് ഡയാസ്പോറ, ഗൾഫ് മൈഗ്രേഷൻ എന്നത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തിലെ അല്ലെങ്കിൽ അവരുടെ വർത്തമാന രാഷ്ട്രീയ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമിക വ്യവഹാരമായി മാറിയത് നമുക്ക് കാണാം. അതിലെ പ്രധാന കാരണം അവിടെ ഉണ്ടായിരുന്ന എണ്ണയുടെ കണ്ടെത്തലാണ്. ആ എണ്ണയുടെ കണ്ടെത്തൽ അതിനൊരു പൊളിറ്റിക്കൽ എക്കണോമി, നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ എക്കണോമിയുടെ ഭാഗമായിട്ട് പോലും മാറുന്നത് നമുക്ക് കാണാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഫൈസൽ രാജാവ് ഓയിൽ എംബാർഗോ പ്രഖ്യാപിക്കുന്നു. അതായത് ഇസ്രായേലിനെ സഹായിക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ എണ്ണ ഉപരോധം പ്രഖ്യാപിച്ച ആളായിരുന്നു ഫൈസൽ രാജാവ്. അദ്ദേഹം ഒരുപക്ഷെ അതിൻ്റെ പേരിലും കൂടിയാവാം വധിക്കപ്പെട്ടത്. ഈ തരത്തിൽ എണ്ണ ഒരു പ്രധാന വിഷയമായി വരുന്നു. ആ എണ്ണ പ്രധാന വിഷയമായതുകൊണ്ട് തന്നെയും കൂടിയിട്ടാണ് ഇസ്രായേൽ വിവിധ രാഷ്ട്രങ്ങളുമായും ബന്ധമുണ്ടാക്കുന്നത്. ആ എണ്ണ പ്രധാന വിഷയമായതുകൊണ്ട് തന്നെയാണ് ഗസ പിടിച്ചടക്കുവാനും ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. കാരണം ഗസ സ്ട്രീറ്റിലെ അവിടുത്തെ കടൽ തീരങ്ങളിൽ എണ്ണയുടെ വമ്പൻ സ്വാധീനം തിരിച്ചറിഞ്ഞ ഇസ്രായേൽ അതും കൂടി പിടിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് വിവിധ അറബ് രാഷ്ട്രങ്ങളിലെയും അസർബൈജാനെ പോലുള്ള സെൻട്രൽ ഏഷ്യൻ നാടുകളെയും എല്ലാം എണ്ണയ്ക്ക് അവലംബിക്കേണ്ടി വരുന്ന ഇസ്രായേൽ ഈ പ്രദേശങ്ങൾ തങ്ങളുടെ കയ്യിലേക്ക്, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ എണ്ണയുടെ കാര്യത്തിൽ ഇൻഡിപെൻഡൻ്റായി മാറുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അവർ മുന്നിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മിനറൽ റിസോഴ്സുകൾ, എണ്ണ, ഗ്യാസ് പോലുള്ള വിഷയങ്ങളും വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ മേഖലയിലെ പ്രധാന കാരണമാണ്. ഇസ്രായേലിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെയും പ്രധാന കാരണമായും അത് മാറുന്നു നമുക്ക് കാണാം. അങ്ങനെ വളരെ വിശാലമായ ലോകങ്ങൾ, ചർച്ചകൾ, സംഘർഷങ്ങൾ, സംവാദങ്ങൾ, വ്യവഹാരങ്ങൾ, മതങ്ങൾ, അവരുടെ വ്യത്യാസങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവിശാലമായ ലോകമാണ് വെസ്റ്റ് ഏഷ്യ ആൻഡ് നോർത്ത് ആഫ്രിക്ക, പശ്ചിമേഷ്യൻ, ഉത്തരാഫ്രിക്കൻ എന്ന് പറയുന്ന പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അതേസമയം തന്നെ ഈ പ്രദേശങ്ങളെക്കുറിച്ച് രൂപപ്പെടുന്ന മുൻവിധികളും ഇസ്ലാമോഫോബിക് നിറഞ്ഞ കാഴ്ചപ്പാടുകളും യൂറോസെൻട്രിക്കായ യൂറോപ്യൻ കാഴ്ചപ്പാടിൽ നിലനിൽക്കുന്ന ഓറിയന്റലിസ്റ്റ് പെർസ്പെക്റ്റീവുകളുടെയും യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് വെസ്റ്റ് ഏഷ്യ നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് ഒരു വളരെ വ്യക്തമായ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അസ്സലാമു അലൈക്കും.